വെൽക്കം ടു സാലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇത്തവണത്തെ ഈ ഒരു 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കാരണം ഒന്ന്, നമ്മുടെ സിലബസ് ഇതാ കഴിഞ്ഞ കൊല്ലം മാറിയതേ ഉള്ളൂ, പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മത്സര പരീക്ഷ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയ USSഉം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഈ ഒരു അക്കാദമിക് ഇയറിലാണ്. അപ്പൊ USSനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. അതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എങ്ങനെയൊക്കെയാണ് USSന് ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ എനിവേ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയ ആസിഡ്സ് ആൻഡ് ബേസ്, ആസിഡുകളും ബേസുകളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില USSന് വരാൻ പോകുന്ന ചില ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് ചില പ്രധാനപ്പെട്ട സെക്ഷൻസിലൂടെ പോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആസിഡ്സ് ഹാവ് ഡാഷ് സ്റ്റേറ്റ്. ആസിഡിന് എന്ത് രുചിയാണുള്ളത്? ഈ ഒരു ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ആസിഡ്സിനെ പറ്റിയും ബേസിനെ പറ്റിയും പിന്നെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, ലിറ്റ്മസ് പേപ്പർ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആസിഡിന് എന്ത് ടേസ്റ്റ് ആണുള്ളത്? ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, സോർ ടേസ്റ്റ് ഉണ്ട്, സ്വീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാൾട്ടി ടേസ്റ്റ് ഉണ്ട്. ഏതാണ്? കാരരുചിയാണോ, പുളിരുചിയാണോ, മധുരമാണോ, കയ്പാണോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് മക്കളെ? യെസ്, നിങ്ങൾ എല്ലാവരും ഓരോ ചോദ്യം കിട്ടുമ്പോഴും നിങ്ങൾ അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് അത് ശരിയാവുന്നുണ്ടോ തെറ്റാവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സോർ ടേസ്റ്റ് ആണല്ലേ, പുളിരുചിയാണ്. അപ്പൊ ആസിഡിന് പുളി രുചിയാണെന്നും അതേസമയം നമ്മുടെ ബേസിക്, അതായത് നമ്മുടെ ഈ പറയുന്ന ആൽക്കലി, അതിന് ഏത് ടേസ്റ്റ് ആണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മുടെ കാരരുചി അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആണ്. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും ടേസ്റ്റ് ഏതാണ് എന്നൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is used to identify whether a substance is acid or alkali? ഒരു പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. കാർബൺ പേപ്പർ ഉണ്ട്, ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, പ്ലെയിൻ പേപ്പർ ഉണ്ട്, നൺ ഓഫ് ദിസ്. ഇതൊന്നുമല്ല. ഏതാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ലിറ്റ്മസ് പേപ്പർ ആണ്. പക്ഷേ ഈ ലിറ്റ്മസ് പേപ്പറിനെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ മെയിൻലി കാണുന്നത് രണ്ട് നിറത്തിലുള്ള ലിറ്റ്മസ് പേപ്പറാണ്. ഒന്ന് ഏതാണ്? ഒരു ബ്ലൂ കളറിലുള്ളതും രണ്ടാമത്തേത് റെഡ് കളറിലുള്ളതും. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ലിറ്റ്മസ് പേപ്പറും നമ്മൾ ആസിഡിലും അല്ലെങ്കിൽ ബേസിലും നമ്മൾ മുക്കിയാൽ അതിന് വരുന്ന മാറ്റം എന്താണ് എന്ന് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങളോട് അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ഇപ്പൊ ആസിഡില് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ബേസില് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിനോട് കൂടെ തന്നെ പഠിക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ സപ്പോസ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തു, അതായത് ആസിഡും അല്ല ബേസും അല്ലാത്തൊരു സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്തു? റെഡ് ലിറ്റ്മസ് പേപ്പറും മുക്കി, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മുക്കി. നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കി, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കി. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അതായത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതായത് ആസിഡും അല്ല ബേസും അല്ല, അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് റെഡ് ആയിട്ട് തന്നെ തുടരുകയും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ ആയിട്ട് തന്നെ തുടരുകയും ചെയ്യും. അതായത് അതിന് കളറിന് യാതൊരുവിധ ചേഞ്ചും സംഭവിക്കില്ല. ഇനി സെയിം ടൈം ഞാൻ ആസിഡിലാണ് ഇതുപോലെ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് കളർ ചേഞ്ച് എന്താ വരിക? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് യെസ് ആസിഡ് സൊല്യൂഷൻ ആണ് കാണാൻ പറ്റുന്നത്. അതിൽ ഞാൻ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കി, അതുപോലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മുക്കി. എന്താണ് ചേഞ്ച് സംഭവിക്കുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പറിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. അതായത് റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് റെഡ് ആയിട്ട് തന്നെ തുടരും, അതിന് കളർ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? യെസ്, അത് റെഡ് കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറൂടാ? റെഡ് ലിറ്റ്മസ് പേപ്പർ ആയിട്ട് മാറും. ഒരു ഐഡിയ ഓർത്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് ആൽക്കലി ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിനകത്ത് നമ്മൾ ഇതുപോലെ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും വെച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് യാതൊരുവിധ കളർ ചേഞ്ചും സംഭവിക്കില്ല. പക്ഷെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. അതാണ് ഇവിടെ പറഞ്ഞത്. റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും, പക്ഷെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, BB എന്ന് ആലോചിച്ചാൽ മതി.
BB എന്ന് ആലോചിച്ചാൽ മതി. അതായത് BB എന്ന് പറഞ്ഞാൽ ബേസിൽ, അതായത് ആൽക്കലിയിൽ ബ്ലൂ കളർ തന്നെയായിരിക്കും മെയിൻ ആയിട്ട് വരിക. ഓക്കെ, അതായത് ഇപ്പം ആൽക്കലിയിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അത് ബ്ലൂ ആവും, ഇനി ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കിയാലും അത് ബ്ലൂ തന്നെയാവും. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. BB ബേസ്, അതുപോലെ ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ ബേസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലും അതിന്റെ കളർ എന്തായിട്ട് അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലൂ കളറായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഓരോ ലിറ്റ്മസ് പേപ്പറിനും ഈ പറയുന്ന സൊല്യൂഷനിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആസിഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ? ഹൈഡ്രജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൺ ഓഫ് ദിസ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഹൈഡ്രജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നൺ ഓഫ് ദിസ്, അതായത് ഇവയൊന്നുമല്ല. കാരണം എന്താണ്? നമുക്കറിയാം ആസിഡുകളിൽ ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കുറച്ച് ആസിഡ്സും, അതായത് കുറച്ച് ആസിഡ്സുകളുടെ പേരാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ആ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു, അതായത് ഏത് ഭക്ഷണ പദാർത്ഥത്തിലാണ് അത്തരമുള്ള ആസിഡ്സ് ഉള്ളത്, അതും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ മോരിൽ എന്താ അടങ്ങിയിട്ടുള്ളത്? ലാക്റ്റിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ആസിഡ് ഓർ ആൽക്കലൈൻ നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്? പദാർത്ഥങ്ങളുടെ ആസിഡ് ആൽക്കലി സ്വഭാവം തിരിച്ചറിയുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബാരോമീറ്റർ, ഹൈഡ്രോമീറ്റർ, pH സ്കെയിൽ, തെർമോമീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? pH സ്കെയിൽ ആണല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ pH സ്കെയിലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. pH സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 വരെയാണ്. അതിൽ 7 ആണ് ന്യൂട്രൽ സ്റ്റേജ്. അതായത് മക്കളെ 0 to 7 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അസിഡിക് നേച്ചർ ആണ്. സെയിം ടൈം 7 to 14 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കലൈൻ നേച്ചർ ആണ്. ഓക്കെ, അപ്പൊ pHന്റെ വാല്യൂ തന്നിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അപ്പൊ ആലോചിക്കണം 0 to 7 അതിന്റെ ഇടയിലാണെങ്കിൽ അതെന്താണ്? യെസ്, അസിഡിക് ആണ്. ഇനി 7 to 14 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ആൽക്കലൈൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് USSന് വരും. അപ്പൊ അതിനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ലിറ്റ്മസ് പേപ്പറിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ നമ്മുടെ pH സ്കെയിലിന്റെ പ്രത്യേകതകൾ, പിന്നെ കുറച്ച് ആസിഡ്സ് അത് എവിടെയൊക്കെയാണ് കാണുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ USS വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ അവഞ്ചേഴ്സ് ബാച്ച് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? മടിക്കാതെ ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.